ഞങ്ങളെ വെറുതെ വിട്ടേക്ക് ശ്രീ നിഷാദെ. എൻ്റെ ഒരു ധാരണ, നാളെ മുതൽ കേരളത്തിലെ റോഡുകളിലൂടെ സമാധാനപരമായി സഞ്ചരിക്കാൻ കഴിയുമല്ലോ എന്നൊരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളായിരുന്നു. അവരിൽ മൂന്ന് പേരിൽ ആര് മുഖ്യമന്ത്രിയാകുന്നത് ഞങ്ങളെ സംബന്ധിച്ച് പ്രസക്തമായൊരു കാര്യമല്ല. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അവർക്ക് ജനങ്ങൾ നല്ല പ്രതികരണം കൊടുത്തിട്ടുണ്ട്. അവരാരെ വേണമെങ്കിലും മുഖ്യമന്ത്രിയാക്കാം. ഞങ്ങൾക്കതിൽ തർക്കമുള്ള കാര്യമല്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് റോഡിലിറങ്ങി സഞ്ചരിക്കണം. നിഷാദെ, നിങ്ങൾക്ക് 102 സീറ്റിന്റെ ഭൂരിപക്ഷം തന്നതിന്റെ പേരിൽ കേരളീയ ജനത വിഷമിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അവർക്ക് ക്രമസമാധാന തകർച്ച നേരിടുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത്. അത്രയാണ് ഞങ്ങൾക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ ഹൈക്കമാൻഡിനെ ഒരല്പം അംഗീകരിച്ചൊരു ദിവസമാണ്. വ്യക്തിപരമായി ഞാൻ CPM-ന്റെ പ്രതി എന്ന അർത്ഥത്തിൽ പറയല്ല, വ്യക്തിപരമായിട്ട് ഹൈക്കമാൻഡിനോടൊരു മതിപ്പ് തോന്നിയ ഒരു ദിവസമാണ് ഇന്ന്. അത് ഹൈക്കമാൻഡിനോടുള്ള വിയോജിപ്പ് ഞാൻ പിന്നെ പറയാം. പക്ഷേ ഇത് മതിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വൈകുന്നേരം ദീപാദാസ് മുൻഷിജി, മാന്യയായ ആ വനിത, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഇറങ്ങി നിന്ന് ഏതാനും വാക്കുകൾ കൊണ്ട് ഒരു കാര്യം പറഞ്ഞു. വളരെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അവർ പ്രകടിപ്പിച്ചത്. അവർ പറഞ്ഞത്, മര്യാദയ്ക്ക് പോയി നിങ്ങൾ, അവർ പറഞ്ഞതിന്റെ വരികൾക്കിടയിലെ കാര്യം, നിങ്ങൾ കേരളത്തിൽ അടി തീർക്കുക, വഴക്ക് തീർക്കുക, ഫ്ലെക്സ് ബോർഡുകളെല്ലാം റിമൂവ് ചെയ്യുക, എന്നിട്ട് പ്രഖ്യാപിക്കുക ഞങ്ങൾ ആരെ മുഖ്യമന്ത്രി എന്നുള്ളത്. അപ്പോൾ ഇന്ദിരാഭവന്റെ മുമ്പിലുള്ള ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അവർ പറയുകയാണ്, കോൺഗ്രസിന്റെ കൾച്ചർ, ഈ ആക്ടിവിറ്റീസ് ഒന്നും കോൺഗ്രസിന്റെ കൾച്ചർ അല്ലെന്ന്. അത് പിന്നെ നമുക്കൊരു തമാശയായിട്ട് എടുക്കാം, കാരണം ഇതെല്ലാം കോൺഗ്രസിൽ അടങ്ങിയിട്ടുള്ള കാര്യമാണ്. ദാമോദർ പ്രസാദ് സാറിന് ഞാനൊരു അഡീഷോടെ ചേർക്കുകയാണ്. ഒരു അടുത്ത ദിവസങ്ങളിൽ ഒരു എയർ കണ്ടീഷൻ ബസ് കൂടി, 1, 2, 3 ബസ് കൂടി വിളിച്ച് റിസോർട്ടിലേക്ക് MLA-മാരെ മാറ്റാനുള്ള സാഹചര്യം, വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളം മാറി നിന്ന, വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം ഇവിടെ പകർത്താൻ പറ്റുന്നത് കോൺഗ്രസിനോ BJP-ക്കോ ഒക്കെ ആണല്ലോ. അപ്പോൾ മാറി നിന്ന ഒരു സാഹചര്യം ഈ റിസോർട്ടിലേക്ക് MLA-മാരെ കൊണ്ടുപോകുന്ന ഒരു ശൈലി അനുവർത്തിച്ചിട്ടില്ലായിരുന്നു. അതിനും കൂടെ സാധ്യത തെളിഞ്ഞു വരികയാണെന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ അവരുടെ പ്രൊസീജിയർ, ഓരോ പാർട്ടിക്കും ശ്രമിക്കുന്നില്ലല്ലോ. അത് ജനവിധി അംഗീകരിച്ച് മാറിയിക്കല്ലേ, റിസോർട്ടൊന്നും വേണ്ടി വരും തോന്നില്ല. അല്ല, അവർക്ക് അതെ, അത് വേണ്ടി വരുമെന്ന് തോന്നില്ലെന്നാണ് നിഷാദെ നമ്മളൊക്കെ ധരിക്കുന്നത്. പക്ഷെ അവരുടെ 3 പേരുടെയും കൂടെ വാശി നിങ്ങൾ കണ്ടോ റോഡിൽ? എന്തൊരു വാശിയാണ്. ഒരു MLA പറയുകയാണ് ലീഗിനെതിരായിട്ട്, ലീഗ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി, ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് എന്താ കേരളത്തിൽ? എനിക്ക് തോന്നുന്നൊരു 4 മധ്യ തിരുവിതാംകൂറിലോ തെക്കൻ തിരുവിതാംകൂറിലോ ഒരു 5 6 സീറ്റാണ് മുസ്ലിം ലീഗ് ഇല്ലാതെ വേണമെങ്കിൽ, അത് നല്ല അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെങ്കിൽ കോൺഗ്രസിന് നേടാൻ കഴിയുന്നത്. ബാക്കി എല്ലാ സീറ്റും നേടണമെങ്കിൽ മുസ്ലിം ലീഗ് വേണം. കാരണം പ്രിയങ്ക ഗാന്ധി ജയിക്കണമെങ്കിലും രാഹുൽ ഗാന്ധി ജയിക്കണമെങ്കിലും മലപ്പുറം ജില്ല കനിയണം. വടക്കൻ കേരളം മുഴുവൻ ജയിക്കണമെങ്കിൽ, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജയിക്കണമെങ്കിൽ ലീഗ് കനിയണം. ആ ലീഗിനെ 42,000 വോട്ട് ഭൂരിപക്ഷം വാങ്ങിച്ചിട്ട് ഹറാസ് ചെയ്തു ഒരു MLA. കോൺഗ്രസിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി തെളിയാൻ ആഗ്രഹിക്കുന്ന ഒരു MLA ആണ്. അപ്പോൾ അതിന് ബദലായിട്ട് കാസർഗോഡ് MP സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നു, നല്ല രൂക്ഷമായ ഭാഷയിലാണ്. അപ്പോൾ ഇവര് കുറച്ച് ദിവസം, ഇന്നലെ വരെയും അല്ലെങ്കിൽ ഈ സെക്കൻഡ് വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഈ ചർച്ചയിലും പറയും ഞങ്ങളുടേത് ജനാധിപത്യ പാർട്ടിയാണ്. അപ്പൊ ജനാധിപത്യ പാർട്ടിക്കകത്ത് അങ്ങനെയാണെങ്കിൽ നോട്ടീസ് കൊടുക്കുന്ന എന്തിനാ? പരസ്യ പ്രതികരണം പാടില്ല എന്ന് പറയുന്നത് എന്തിനാ? ഇപ്പൊ വന്നിരിക്കുന്നു, നിങ്ങൾ നിർത്താൻ പറഞ്ഞിരിക്കുക, ഫ്ലെക്സ് ബോർഡ് അഴിച്ചു മാറ്റാൻ പറഞ്ഞിരിക്കുക. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അങ്ങനെയാണ് ഈ സൗന്ദര്യം എന്നുള്ളത് സിംഗിൾ ഇൻവെർട്ടർ കോമ, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ പറയുകയാണ് ഇതെല്ലാം അവസാനിപ്പിച്ചോളാൻ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്നില്ല എങ്കിൽ നിങ്ങൾ അതിന് ജനാധിപത്യം എന്ന് പറയും, നിൽക്കുകയാണെങ്കിൽ അച്ചടക്കം എന്ന് പറയും. അതുകൊണ്ട് ഈ ബഹളങ്ങൾ, വഴക്കുകൾ, നിങ്ങളുടെ പ്രൊസീജിയറിനൊന്നും ഞാൻ വിമർശിക്കാൻ ആളല്ല. ഓരോ പാർട്ടിക്കും ഓരോ പ്രൊസീജിയർ ഉണ്ട്. പക്ഷേ ഈ പ്രൊസീജിയർ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിനെ കുറിച്ചുള്ള രണ്ടാമത്തെ എനിക്ക് അഭിപ്രായം, ആദ്യം ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കണ്ടു. എത്രയോ ദുർബലമാണ്